ഇപ്പോൾ കെ കെ രമ MLA ചേരുകയാണ്. ശ്രീ കെ കെ രമ, നിർബാധം പ്രതികൾക്ക് TP വധക്കേസിലെ പ്രതികൾക്ക് പരോൾ നൽകുകയാണ് സർക്കാർ ഒത്തുകളിക്കുന്നു. ഇവിടെ നിയമ സംവിധാനത്തെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് പ്രതികൾക്ക് പരോൾ നൽകുന്നു. എന്താണ് പറയാനുള്ളത്? ഇത് ഇങ്ങനെ പ്രതികൾക്കൊപ്പം നിലകൊള്ളുന്നതിനെ, നിർബാധം അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയല്ലേ? ഇത് നിരവധി പ്രാവശ്യം ചോദ്യം ചെയ്യപ്പെട്ടതാണ്. നമ്മളെല്ലാം പൊതുസമൂഹം പല തവണ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നതാണ്. വഴിവിട്ട പരോളുകളും വഴിവിട്ട സഹായങ്ങളും ഒക്കെ TP കേസിലെ പ്രതികൾക്ക് മാത്രം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു കേസിലെ പ്രതികൾക്കും നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ഇവരെ TP കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വം പറഞ്ഞു ചെയ്ത ഒരു കൊലപാതകം ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഞങ്ങൾ എല്ലാ വിധത്തിലും സംരക്ഷിക്കും. ഇതുവരെ നിങ്ങൾ അവരെ സംരക്ഷിച്ചില്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ CPM നേതൃത്വത്തിന് പ്രശ്നമുണ്ടാക്കുന്നതാണ് എന്ന് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. ആ ഉത്തരവാദിത്തമാണ് അവർ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജയിലിലൊന്നും ഒരു പ്രശ്നമില്ല. അവർക്ക് പുറത്ത് നിൽക്കുന്നതിനെക്കാട്ടും ജയിലിൽ നിൽക്കുന്നതിനെക്കാട്ടും കൂടുതൽ കാലയളവ് പുറത്തു നിന്നിട്ടുണ്ടാവും. അവർ നമുക്ക് കണക്കെടുക്കുന്ന ഒരുപക്ഷെ ഏറ്റവും നല്ലത് ജയിലിൽ എത്ര കാലയളവ് നിന്നു എന്നുള്ള കണക്കായിരിക്കും ഏറ്റവും നന്നാവുക. കാരണം അതിലേറെ തവണ പുറത്ത് അവർ നിന്നിട്ടുണ്ട്. അപ്പൊ ജയിലിലെ കണക്കെടുക്കുക എന്നുള്ളതായിരിക്കും ഈ കാര്യത്തിൽ ഇനി അനിവാര്യം എന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രമാത്രം പരോൾ ഇവർക്ക് ലഭിച്ചു കഴിഞ്ഞു. നമുക്കിനി നിയമപരമായിട്ട് ഇതിനെ പ്രതിരോധിക്കുക മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. നിയമപരമായിട്ട് പോകാൻ വേണ്ടി തന്നെ ഞാൻ ഇതിന്റെ കണക്ക് കഴിഞ്ഞതിന് മുന്നിലത്തെ സഭയ്ക്ക് ഉൾപ്പെടെ നേരത്തെ വളരെ മുന്നേ ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് തരാൻ സർക്കാർ തയ്യാറായിട്ടില്ല. വിവരം ശേഖരിച്ചു വരുന്നു എന്ന ഉത്തരമാണ് തന്നത്. ഇന്നലെ വരെ അത് എനിക്ക് തരാൻ അത് തയ്യാറായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ കാണിക്കുന്നത് ഇതൊക്കെ മനഃപൂർവ്വം ഇത് പുറത്തു വരാതിരിക്കാനുള്ള നീക്കം നടത്തുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ പാർട്ടിക്കായി തല്ലിയാലും കൊന്നാലും യാതൊന്നും സംഭവിക്കുകയില്ല. ഇവിടെ ഇനി കോടതി ശിക്ഷിച്ചാൽ പോലും നിങ്ങൾക്ക് ജയിലിനകത്തായാലും സ്വൈര്യവിഹാരം ഞങ്ങൾ ഉറപ്പാക്കി തരും എന്നാണ് സർക്കാർ വിളിച്ചു പറയുന്നത്. ഇത് പൊതുജനത്തെ അടക്കം വെല്ലുവിളിക്കുകയല്ലേ? അല്ല, ഈ വെല്ലുവിളി തുടങ്ങിയത് ഇന്നലെയൊന്നും തുടങ്ങിയതല്ലല്ലോ. ഞാൻ അതാണ് പറയുന്നത്. വെല്ലുവിളി ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് ഈ ജയിലിൽ നിന്ന് ഈ പ്രതികൾക്ക് കൊടുക്കുന്ന വഴിവിട്ട സഹായങ്ങൾ നമ്മൾ എത്ര തവണ ചർച്ച ചെയ്തു. ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് എടുക്കാം. ജയിൽ നിയന്ത്രിക്കുന്നത് TP കേസിലെ പ്രതികളാണ്. പ്രത്യേകിച്ചും കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഈ അവിടുത്തെ ജയിലിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പോലും നിയന്ത്രിക്കുന്നത് TP കേസിലെ പ്രതികളാണ്. അവർക്ക് ഒരു പ്രശ്നവുമില്ല. അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അത്രമാത്രം സ്വർണം പൊട്ടിക്കാൻ അവർക്ക് കഴിയും, സ്വർണ്ണ കള്ളക്കടത്ത് നടത്താൻ ഇവർക്ക് കഴിയും. ജയിലിൽ വെച്ചിട്ട് ഉള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻ നടത്തുകയാണ്. കൊള്ളക്കാരുമായിട്ട് മറ്റ് പ്രവർത്തനങ്ങൾ നടത്താം, മയക്കുമരുന്ന് ഉൾപ്പെടെ ഉപയോഗിക്കാം. ഒരു തടസ്സവുമില്ല. നിർബാധം തുടർന്നു വരികയാണിത്. ഒരു തടസ്സങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പരോളിനാവശ്യമായ ഒരു നിയമ നടപടികളും ഒരു നിയമ കാര്യങ്ങളും അവർ സ്വീകരിച്ചിട്ടല്ല പരോൾ കൊടുക്കുന്നത്. അതല്ലാത്ത കാര്യങ്ങൾ കഴിഞ്ഞ മാസമാണ് കൊടിസുനിയുടെ പരോള് നമ്മൾ ചർച്ച ചെയ്തത്. ഇങ്ങനെ ഇത് ഒരുപാട് കാലമായി തുടരുന്നു. ഇത് മറ്റു വിധത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി പക്ഷേ ഇതങ്ങനെ നിർബാധം തുടരാൻ അനുവദിച്ചു കൊടുക്കാൻ കഴിയുമോ ശ്രീ കെ കെ രമ? അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? അല്ല, അതുകൊണ്ട് ഇനി നിയമപരമായിട്ട് പോവുക മാത്രമേ ഇതിനകത്ത് വഴിയുള്ളൂ. നിയമപരമായിട്ട് തന്നെ നീങ്ങുകയാണ്. തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയെ സമീപിക്കും.